ലോകം മുഴുവനുമുള്ള പീഡിപ്പിക്കപ്പെടുന്ന ജൂതന്മാർക്ക് വേണ്ടി ഒരു രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സയനിസ്റ്റുകൾ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സഹായത്തോടുകൂടി മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യം രൂപീകരിച്ചത്. ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് ജൂതന്മാർ ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടി കഴിയുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്, ഈ അധിനിവേശ രാജ്യത്തിന്, മിഡിൽ ഈസ്റ്റിൽ രൂപീകരിച്ച ഈ അധിനിവേശ രാജ്യത്തിന് ഇസ്രായേൽ എന്ന പേരിട്ടത് പോലും വലിയ ഒരു അജണ്ടയുടെ ഭാഗമായാണ്. സെമിറ്റിക് മതങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുള്ള ഇസ്രായേൽ എന്ന പേര് മനഃപൂർവ്വമാണ് ഈ ജൂതരാഷ്ട്രത്തിന് സയനിസ്റ്റുകൾ നൽകിയത്. അതിന്റെ ലക്ഷ്യത്തിൽ അവർ 100% വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജൂതമത വിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങളും ജീവന് ഭീഷണിയും നേരിടുന്നത് ഇസ്രായേലിലുള്ള ജൂതന്മാർക്കാണ് എന്ന കാര്യത്തിൽ ജൂതമത വിശ്വാസികൾക്ക് പോലും യാതൊരുവിധ സംശയവും ഉണ്ടാവാൻ സാധ്യതയില്ല. സയനിസ്റ്റ് തീവ്രവാദികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ജൂതന്മാരെ അവിടെ സുഖിച്ച് ജീവിക്കുന്നത് പോലെ തന്നെ ഇവിടെയും സുഖിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥയെല്ലാം മാറിയിരിക്കുകയാണ്. ഇസ്രായേലിൽ വന്ന് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയ സായിപ്പുമാർ ഇപ്പോൾ ബങ്കറുകളിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിലും അമേരിക്കയിലും നിലവിലുള്ള ജൂതമത വിശ്വാസികൾക്ക് മറ്റു പാശ്ചാത്യ നാടുകളിൽ ഇരട്ട പൗരത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യം ഇതുപോലെ തുടരുകയാണ് എങ്കിൽ ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന ഭയം സയനിസ്റ്റുകൾക്ക് നന്നായിട്ടുണ്ട്. ഇറാനുമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടില്ല എങ്കിൽ, ഇറാൻ പൂർണ്ണമായും പരാജയപ്പെട്ടില്ല എങ്കിൽ ഇസ്രായേലിൽ ഇപ്പോഴുള്ള ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ മാതൃരാജ്യമായ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തന്നെ തിരിച്ചു പോകുമെന്ന ഭയം സയനിസ്റ്റുകൾക്ക് നല്ലവണ്ണമുണ്ട്. അതാണ് നിലവിൽ ഇറാനിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അനുസരിക്കുന്ന അവരുടെ അടിമയായ ഒരു ഭരണാധികാരിയെ ഇറാനിൽ അധികാരത്തിലെത്തിപ്പിക്കുവാൻ അമേരിക്കയും ഇസ്രായേലും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് യാതൊരു തരത്തിലും വിജയിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇറാന്റെ സാംസ്കാരികവും അവരുടെ രാഷ്ട്രീയവുമായ ചരിത്രം അറിയാവുന്നവർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. നിലവിൽ ഇതുപോലെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഭീഷണിയായി ഇറാൻ വീണ്ടും നിലനിൽക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇറാനെ പൂർണ്ണമായും ഇസ്രായേലിന് പരാജയപ്പെടുത്താൻ പറ്റിയില്ല എങ്കിൽ യാതൊരുവിധ സംശയവും വേണ്ട, നിലവിൽ ഇസ്രായേലിലുള്ള ബഹുഭൂരിപക്ഷം ജൂതന്മാരും ഇസ്രായേൽ വിട്ടുകൊണ്ട് തങ്ങളുടെ മാതൃരാജ്യങ്ങളായ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് വലിയ തകർച്ചയ്ക്ക് കാരണമാകും എന്ന കാര്യവും ജൂതന്മാർക്ക്, പ്രത്യേകിച്ച് സയനിസ്റ്റുകൾക്ക് യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല. ഇത്രയധികം ഗുരുതരമാണ് ഇസ്രായേലിലെ സാമൂഹിക അവസ്ഥ. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഖാംനൈ ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം ഒരാഴ്ച കൊണ്ട് അവസാനിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാന്റെ ആത്മീയ നേതാവായ, ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഖാംനൈയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ മലക്കം മറിഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഇറാനുമായി ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് എങ്കിൽ യൂറോപ്യന്മാരായ, പാശ്ചാത്യന്മാരായ അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്രായേൽ വിടുമെന്ന ഭയം സയനിസ്റ്റുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനുമായി ഇപ്പോൾ ഇവർ ഒരു ഒത്തുതീർപ്പിന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേലിന് ആയാത്തുള്ള അലി ഖാംനൈയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ പോരാട്ടം ഇനിയും തുടരുമെന്നും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഖാംനൈയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക അവസ്ഥയിലും ഇസ്രായേൽ ഇറാനുമായി വെടിനിർത്തൽ കരാറിന് ഒപ്പുവെക്കാൻ തയ്യാറാണ് എങ്കിൽ, അല്ല എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആയാത്തുള്ള അലി ഖാംനൈ പറയുകയാണ് എങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലും സുഖമായി ജീവിച്ചിരുന്ന യൂറോപ്യന്മാർക്ക്, ഇരട്ട പൗരത്വമുള്ള യൂറോപ്യന്മാർക്ക് ഇസ്രായേലിൽ ഇനിയും ഇത്തരത്തിൽ ബങ്കറുകളിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം സയനിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. സുപ്രധാനമായ ഒരു പ്രതികരണമാണ് ഇറാന്റെ ഖാത്തം അൽ അൻബിയയുടെ വക്താവായ ലഫ്റ്റനന്റ് കേണൽ ഇബ്രാഹിം സുൽഫിക്കറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്.
അതിന് അതിശക്തമായ തിരിച്ചടി ഇറാൻ സൈന്യം നൽകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വക്താവ് മറുപടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു. നിലവിൽ അമേരിക്കയെ ആക്രമിക്കാതെ ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ ആക്രമണം തുടരുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നായി വന്ന ഒരു പ്രതികരണം എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇറാൻ സൈന്യത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം തന്നെ വന്നിരിക്കുകയാണ്. അമേരിക്കക്ക് നേരെ തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചത്. എപ്പോൾ തിരിച്ചടിക്കും, എവിടെ തിരിച്ചടിക്കും, എങ്ങനെ തിരിച്ചടിക്കും തുടങ്ങിയ യാതൊരുവിധ സൂചനകളും ഇറാൻ സൈനിക വക്താവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ നാവിക താവളം, അതുപോലെ ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ്, ഇതിൽ രണ്ടിലൊന്ന് ഇറാൻ ആക്രമിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പെട്ടെന്ന് സുഖകരമായി ആക്രമിക്കാൻ പറ്റുക ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക താവളമാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിലുള്ള അൽ ഉദൈദ് എയർബേസ് ആണ്, അതുപോലെ ബഹ്റൈനിലുള്ള അവരുടെ നാവിക താവളവും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉടനെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയുടെ നാവിക താവളങ്ങൾക്കോ അതുപോലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയോ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിശക്തമായ തിരിച്ചടി കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ അമേരിക്ക നടത്തിയതിനേക്കാൾ വലിയ തിരിച്ചടി ഇറാന് നേർക്ക് ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാക്ചി ഇപ്പോൾ റഷ്യയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ വെച്ച് സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാക്ചി റഷ്യയിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാന് എന്ത് സഹായമാണ് ലഭിക്കുക എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി റഷ്യയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പുടിന് എന്ത് മറുപടിയാണ് അബ്ബാസ് അറാക്ചിക്ക് നൽകുക എന്നതനുസരിച്ചാകും ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള അമേരിക്കയുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഈ വിഷയത്തിൽ ഇറാനെ റഷ്യ കൈവിടുകയാണ് എങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ ഒരിക്കലും അമേരിക്കയെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. അങ്ങനെ ആക്രമിക്കുകയാണ് എങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച് തികച്ചും ആത്മഹത്യാപരമാകും എന്ന് തന്നെ പറയേണ്ടി വരും.